നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക സിനിമയുടെ ഈറ്റില്ലമായ ഹോളിവുഡ് കഴിഞ്ഞ വർഷം 2 മാസത്തോളം പൂർണ്ണമായും അടച്ചിട്ടതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സിനിമയിലെ AI-യുടെ ഉപയോഗത്തെ സംബന്ധിച്ചായിരുന്നു. കഥ, തിരക്കഥ, സംഗീതം, അഭിനയം എന്നീ മേഖലകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുന്നതോടെ തങ്ങൾ തൊഴിൽ രഹിതരാകുന്നു എന്നാണ് എഴുത്തുകാരുടെയും ആർട്ടിസ്റ്റുകളുടെയും വാദം. ഹോളിവുഡിലെ എഴുത്തുകാരുടെ സംഘടനയായ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക തുടങ്ങിവെച്ച സമരത്തിൽ നടീനടന്മാരും കൂടി പങ്കുചേർന്നതോടെ സമരം സമ്പൂർണ്ണമായി. 1.6 ലക്ഷത്തോളം അഭിനേതാക്കളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയായ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അമേരിക്കൻ ഫെഡറേഷൻസ് ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റ് സമരത്തിനിറങ്ങിയതോടെ ലോക സിനിമാ തലസ്ഥാനം സ്തംഭിച്ചു. ശതകോടികൾ നിർമ്മാതാക്കൾക്ക് നഷ്ടമാക്കിയ ഈ സമരത്തിന് ശേഷമുള്ള പ്രധാന ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊന്ന് AI-യുടെ ഉപയോഗം പരിമിതപ്പെടുത്തും എന്നതാണ്. ഇന്നും ഗ്രാഫിക്സിന്റെയും ഇഫക്ട്സിന്റെയും അവസാന വാക്കായ ഹോളിവുഡിൽ പക്ഷേ AI ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ AI കടന്നു വന്നത് യാതൊരു പ്രതിഷേധവും ഇല്ലാതെയാണ്. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിലൂടെ AR റഹ്മാനാണ് ഈ പരിപാടിക്ക് തുടക്കമിട്ടത്. അന്തരിച്ച ഗായകരുടെ ശബ്ദം അതേ മിഴിവോടെ AI സഹായത്തോടെ റഹ്മാൻ മിക്സ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഓഡിയോ റിലീസിംഗ് ആയതോടെ ഇത് വിവാദമാവുകയുമായിരുന്നു. റഹ്മാൻ എതിരാളിയായ അനിരുദ്ധ് രവിചന്ദ്രന്റെ ആരാധകർ ഇത് വൻ ചർച്ചയാക്കി. ഇനി പുതിയ ഗായകർക്ക് അവസരം കിട്ടില്ല എന്നും AI വഴി ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും വരെ തിരിച്ചെത്തുന്ന കാലമാണ് ഉണ്ടാവുന്നതെന്നും അവർ ആരോപിക്കുന്നു. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപാണ് റിലീസ് ചെയ്തത്. ചിത്രത്തിൽ തിമിരി എഴുതുക എന്ന ഗാനം കേട്ടവരെല്ലാം അതിശയിച്ചു. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്തരിച്ച പ്രശസ്ത ഗായകരായ ബാബ ബാക്കിയ, ഷാഹുർ ഹമീദ് എന്നിവരാണ്. ഇരുവരുടെയും ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച AR റഹ്മാൻ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇത്തരം ഒരു പരീക്ഷണം ആദ്യമായിട്ടാണ്. സ്നേഹനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ദീപ്തി സുരേഷ്, അക്ഷയ ശിവകുമാർ എന്നിവരും ഇതേ ഗാനത്തിൽ ഗായകരായിട്ടുണ്ട്. 2022 സെപ്റ്റംബർ 2-നായിരുന്നു ബാബ ബാക്കിയ അന്തരിച്ചത്. AR റഹ്മാനു വേണ്ടി നിരവധി ഗാനങ്ങൾ പാടിയ ഗായകരായിരുന്നു ബാബ. സർക്കാർ, യന്ത്രൻ 2.0, സർവം താളമയം, ബിഗിൽ, ഇരവിൻ, നിഴൽ തുടങ്ങി നിരവധി ഗാനങ്ങൾ. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലെ പൊന്നി നദി പാക്കണമേ എന്ന ഗാനമാണ് ബബർ അവസാനമായി പാടിയതും. ഷാഹുർ ഹമീദ് 1997-ലാണ് അന്തരിച്ചത്. AR റഹ്മാന്റെ പ്രിയ ഗായകൻ കൂടിയായിരുന്നു അദ്ദേഹം. ചെന്നൈയിലുണ്ടായ കാർ അപകടത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഉസ്ലാം പെട്ടി പെൺകുട്ടി, തിരുട തിരുടയിലെ രാസാത്തി എന്നുസിര, മെയ് മാദത്തിലെ മദ്രാസി സുതി, കാതലിനിലെ ഉർവശി ഉർവശി, പേട്ട റാപ്പ്, ജീൻസിലെ വാരായോ തോഴി തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. ആദ്യം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ AR റഹ്മാൻ പുത്തൻ പരീക്ഷണത്തെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടത്. പക്ഷെ പിന്നീട് ഇതിൽ പ്രതിഷേധവും വന്നു തുടങ്ങി. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് പുതിയ ഗായകർക്ക് അവസരം കിട്ടുക എന്നാണ് പലരും ചോദിക്കുന്നത്. അമിതമായ ടെക്നോളജി മൂലം റഹ്മാൻ സംഗീതത്തെ നശിപ്പിച്ചുവെന്നും തന്റേത് മാത്രമാണ് ശുദ്ധ സംഗീതമെന്നും നേരത്തെ തന്നെ ഇളയരാജ റഹ്മാനെ വിമർശിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകാൻ ഇടയുണ്ട്. ഹോളിവുഡ് ചെയ്തതുപോലെ AI-ക്ക് എന്തെങ്കിലും നിയന്ത്രണം വെച്ചില്ല എങ്കിൽ അത് ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ വിഴുങ്ങുമെന്നതും ഉറപ്പാണ്.